വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ തൃശൂരിലെ പൗരന്മാർ, ജനങ്ങൾ, വോട്ടർമാർ അവരുടെ സമ്മതിദാനാവകാശം അത് ഹൃദയത്തിൽ ചാലിച്ച് പോളിംഗ് ബൂത്തിലെത്തി വോട്ട് ചെയ്ത് ജയിപ്പിച്ചതാണ്. എതിരായി മത്സരിച്ച മുരളീധരൻ താമസിക്കുന്ന ബൂത്തിലും സുനിൽകുമാർ താമസിക്കുന്ന ബൂത്തിലും വൻ ഭൂരിപക്ഷം ലീഡ് നേടിയിട്ടാണ് സുരേഷ് ഗോപിയിലുള്ള വിരട്ടലും ഭീഷണിയൊന്നും തൃശ്ശൂരിൽ വേണ്ട, അത് നടപ്പില്ല എന്ന് പറയാൻ കൂടിയുമാണ് ഈ മാർച്ച് ഞങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. സുരേഷ് ഗോപിക്കെതിരായി പലതരത്തിലുള്ള പ്രചരണങ്ങൾ നടന്നിട്ടുണ്ട്. അദ്ദേഹം സിനിമാ താരമാണ്, രാഷ്ട്രീയത്തിന് പറ്റിയ ആളല്ല, തലകുത്തി പറഞ്ഞാലും ജയിക്കില്ല, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ വീണ്ടും സെറ്റിലേക്ക് പോവാം. പറഞ്ഞത് മുഖ്യമന്ത്രി അടക്കമാണ്, വേറെ ഏതെങ്കിലും കൂടെ രാഷ്ട്രീയക്കാരൻ മാത്രമല്ല, മുഖ്യമന്ത്രി അടക്കം. ഇവിടെ താമരവില്ല, ഇത് ബാലികേറ മലയാണ്. നിങ്ങളെ നിയമത്തെ അക്കൗണ്ട് ഞങ്ങൾ കൂട്ടിച്ചു, ഇനി ഒരു അക്കൗണ്ട് നിങ്ങൾക്ക് തുറക്കാൻ കഴിയില്ല സർ. ആ ചാലഞ്ച് എല്ലാം ഏറ്റെടുത്താണ് ഞങ്ങൾ സുരേഷ് ഗോപിയെ മത്സരിപ്പിച്ച് ഭാരതീയ ജനതാ പാർട്ടി ദേശീയ ജനാധിപത്യ സഖ്യം ഇവിടെ ജയിച്ചിട്ടുള്ളത്. അതൊരു തുടക്കം മാത്രമാണ്, ഒരു താമരയാണ് വീണിട്ടുള്ളത്. നിങ്ങൾ ഇനി കുറെ അധ്വാനിക്കേണ്ടി വരും. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും നിങ്ങൾ കുറെ അധികം അധ്വാനിക്കേണ്ടി വരും. നിങ്ങൾ അധ്വാനിച്ചോളൂ, ഞങ്ങൾ പരാതിയില്ല. പക്ഷെ മിസ്റ്റർ പിണറായി വിജയൻ ഒരു കാര്യം മനസ്സിലാക്കണം, നിയമാനുസൃതം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധി അദ്ദേഹത്തിന്റെ അവകാശത്തിന്റെ ഭാഗമായി തൃശ്ശൂരിൽ ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തിട്ടുള്ള അദ്ദേഹത്തിന്റെ ക്യാമ്പ് ഓഫീസിലാണ് നിങ്ങൾ കരിയോലൊഴിച്ചത്. അതങ്ങനെ എളുപ്പത്തിൽ കോംപ്രമൈസ് ചെയ്യാൻ കഴിയുന്ന ഒരു വിഷയമല്ല, തള്ളിക്കളയാൻ കഴിയുന്ന ഒരു വിഷയമല്ല. സുരേഷ് ഗോപിയുടെ ക്യാമ്പ് ഓഫീസിന് നേരെ നടന്ന അതിക്രമത്തിൽ പങ്കാളികളായിട്ടുള്ള ആളുകളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി തയ്യാറാവണം. ശക്തമായ പോലീസ് നടപടി ആവശ്യമുണ്ട്. എല്ലാ മാധ്യമങ്ങളുടെ കയ്യിലും അതിന്റെ വിഷ്വൽസ് ഉണ്ട്. ഏതെങ്കിലും ഒരു ഊച്ചാളി സഖാവ് കമ്മി അല്ലാതെ ചെയ്തിരിക്കുന്നു, ഉന്നതനായ ഒരു CPM നേതാവാണ്. അദ്ദേഹത്തിനെതിരെ നിലവിലുള്ള ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ചുള്ള ശക്തമായ നിയമ നടപടിയെടുത്ത് മുന്നോട്ട് പോവാൻ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ തയ്യാറായില്ലെങ്കിൽ ഈ ചുണക്കുട്ടികൾ ഇവിടെ മാത്രമല്ല, ക്ലിഫ് ഹൗസിൽ കയറി കരിയോയിലായി അടിക്കാനും ഇത് ഉത്തരവാദിത്വ ബോധമില്ലാതെ ഒരാൾ സംസാരിക്കുന്നതല്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിലും സംസ്ഥാനത്തെ എല്ലാ മന്ത്രിമാരുടെ ഓഫീസിലും ഇവിടുന്ന് തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ MLA-മാരുടെ ഓഫീസിലും MP-മാരുടെ ഓഫീസിലും ഇതിന് പകരം ഞങ്ങൾ കരിയോയിലല്ല, അതിനപ്പുറം അടിക്കേണ്ടതാണ്. ഞങ്ങൾ ജനാധിപത്യത്തിലാണ് വിശ്വസിക്കുന്നത്. കരിയോയിൽ അടിച്ചപ്പോൾ ഞങ്ങൾ ഇപ്പൊ തിരിച്ച് കരിയോയിൽ അടിച്ചിട്ടില്ല. അത് കരിയോയിൽ ഇല്ലാത്തത് കൊണ്ടല്ല, കന്നാസ് ഇല്ലാത്തത് കൊണ്ടല്ല, അതിന് പേറ്റ് പിടിക്കാൻ ലക്ഷങ്ങളായിട്ടുള്ള ചെറുപ്പക്കാരില്ലാത്തത് കൊണ്ടല്ല. ഞങ്ങൾ മര്യാദയുടെ ഭാഷയിലാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. ശക്തമായ നടപടി വേണം. മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ജസ്റ്റിൻ ജേക്കബിനെയും ബാബുവിനെയും നിരവധി സഹപ്രവർത്തകന്മാരെയും ഒരു കാര്യമില്ലാതെയാണ് പോലീസ് തല്ലിയിരിക്കുന്നത്. ലാത്തി ചാർജിന് മുമ്പ് വെള്ളം ചീറ്റാം, നിങ്ങൾക്ക് വാതകം ഉപയോഗിക്കാം, ടിയർ ഗ്യാസിൽ പൊട്ടിക്കാം, ലാത്തി ചാർജ് ഓർഡർ ചെയ്യാം. അങ്ങനെയാണ് ആളുകളെ പിരിച്ചുവിടുന്നത്. പിരിച്ചുവിടാണ്ടൊക്കെ ഒരു പ്രകോപനവും ഇല്ലാതെയാണ് ജസ്റ്റിൻ ജേക്കബിന്റെയും ബാബുവിന്റെയും ഒക്കെ തലയ്ക്ക്, അതും മാരകമായി കൊള്ളുന്ന സ്ഥലം, മരിച്ചു പോകുന്ന സ്ഥലം, നമ്മുടെ മെഡില ഒബ്ലാങ്കട്ട അവിടെയാണ് അടിച്ചിരിക്കുന്നത്. ആ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഇന്നലെ ഒരു പ്രകോപനവുമില്ലാതെ ക്രൂരമായ മനുഷ്യാവകാശ ലംഘനം നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്ത് അവർക്കെതിരായ ശക്തമായ നിയമ നടപടിയെടുക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. അതും ഞങ്ങൾ ജനാധിപത്യത്തിന്റെ ഭാഷയിൽ ആവശ്യപ്പെടുന്നു. അതും തയ്യാറായിട്ടില്ലെങ്കിൽ ഇന്നലെ പോലീസ് നടപടിക്ക് നേതൃത്വം നൽകി അവന്റെയൊക്കെ വീട്ടിൽ കയറി ഞങ്ങൾ മറുപടി നമ്മുടെ പുലിക്കുട്ടി ശോഭ സംസാരിക്കാനുണ്ട്. ഞാൻ രണ്ടു വാക്കിൽ അവസാനിപ്പിക്കും.
സുരേഷ് ഗോപിക്കെതിരെ നിങ്ങൾ ഇപ്പൊ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ. എടോ അലവലാദികളെ, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചട്ടം അനുസരിച്ചാണ് ഞങ്ങൾ വോട്ട് ചേർത്തിട്ടുള്ളത്. എവിടെ വേണമെങ്കിൽ വോട്ട് ചേർക്കാം. 6 മാസം ആ സ്ഥലത്ത് താമസിക്കുന്നു എന്നല്ല കടലാസ് കയ്യിലുണ്ടെങ്കിൽ ജമ്മു കാശ്മീരിലടക്കം പോയിട്ട് വോട്ട് ചേർക്കാം. വടക്കാഞ്ചേരിയിലെ ഒരാള് തൃശ്ശൂരിൽ വന്ന് വോട്ട് ചേർത്ത് എന്തോ മഹാ അപരാധമായിട്ട് നമ്മോട് പറയുന്നത്. എന്താ ചേർക്കാൻ പറ്റില്ല? എടാ ഇനിയും ചേർക്കും ഞങ്ങള് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ പരാജയം മനസ്സിലാക്കി അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടുന്നവരാണ്. 89 വോട്ടിനും 600 വോട്ടിനും ഒക്കെ തോറ്റ ഞങ്ങളുടെ പാർട്ടി എന്തുകൊണ്ടാണ് തോറ്റതെന്ന് മനസ്സിലാക്കി ശരിയായി പ്രവർത്തിച്ച് ഞങ്ങൾ ജയിക്കുകയാണ്. ഇപ്പോൾ ഒരു സീറ്റിൽ ജയിച്ചു. 2029 ആകുമ്പോൾ ഒരു 5-6 എംപിമാരെ കിട്ടും. 34 ആകുമ്പോഴേക്ക് 20 എംപിമാരെ ഞങ്ങളുടെ സർക്കാർ ഭരിക്കുന്നത് ഞങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ മാതിരി ഭീഷണിയൊന്നും വേണ്ട. വോട്ട് ചേർത്തത് നിയമാനുസൃതമാണ്. സുരേഷ് ഗോപി ചേർത്തതും അദ്ദേഹത്തിന്റെ സഹോദരൻ ചേർത്തതും ഉണ്ണികൃഷ്ണന്മാർ ചേർത്തതും അദ്ദേഹത്തിന്റെ ഡ്രൈവർ ചേർത്തതും ഒരു 500-600 വോട്ട് ചേർത്തിട്ടുണ്ടാവും. തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു കൊല്ലം മുമ്പ് ഇവിടെ വന്ന് പ്രവർത്തിക്കുന്നവരാണ്. ഇനിയും ചേർക്കും. എനിക്കിപ്പോ ഞാൻ വിചാരിക്കുകയാണ്, എന്റെ കോഴിക്കോട് ജില്ലയിലെ വോട്ട് ഞാൻ പണ്ട് മഞ്ചേശ്വരത്ത് ചേർത്തതാണ്, പിന്നെ മാറ്റിയതാണ്. വേണമെങ്കിൽ പൂങ്കുന്നത്ത് വന്ന് എനിക്കും വോട്ട് ചേർക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. 6 മാസം ഇവിടെ താമസിക്കണം. ഞങ്ങൾക്ക് വീട് കൂടി താമസിക്കുന്നവരാണ്. നിങ്ങളെ പോലെ രമ്യഹർമ്മ്യങ്ങളിൽ കഴിയുന്നവരല്ല. പ്രവർത്തകരുടെ കൂടെ എല്ലാറ്റിനും ഉള്ളവരാണ്. അത് ഞങ്ങളോട് പോകാൻ പറഞ്ഞാൽ ഞങ്ങൾ പോകും. ആലത്തൂർ പോയി പ്രവർത്തിക്കണം എന്ന് പറഞ്ഞാൽ അവിടെ പോകും. ഇവിടെ ഗോപാലകൃഷ്ണൻ എന്ന് ആലത്തൂരിലാണ് പ്രവർത്തിച്ചത്, ഇവിടെ വന്നിട്ടില്ല. അപ്പൊ ഞങ്ങളുടെ പാർട്ടി എവിടെ പോയി പ്രവർത്തിക്കാൻ പറഞ്ഞാലും അവിടെ പോയി പ്രവർത്തിക്കുന്നവരാണ്. 6 മാസം താമസിച്ചു എന്ന് ഉറപ്പുവരുത്തിയാൽ അവിടെ വോട്ട് ചേർക്കും. രാജീവ് ചന്ദ്രശേഖരൻ തൃശ്ശൂരുകാരനാണ്, തിരുവനന്തപുരത്ത് വോട്ടുണ്ട്. ഓ രാജഗോപാൽ പാലക്കാടുകാരനാണ്, തിരുവനന്തപുരത്താണ് വോട്ട്. വി മുരളീധരൻ തലശ്ശേരിക്കാരനാണ്, തിരുവനന്തപുരത്താണ് വോട്ട്. PK കൃഷ്ണദാസ് കണ്ണൂർക്കാരനാണ്, കാട്ടക്കടയിലാണ് വോട്ട്. എന്തൊക്കെ സംശയം? ഇതൊക്കെ തെരഞ്ഞെടുപ്പ് ചട്ടം അനുസരിച്ചുള്ള നിയമാനുസൃതമായ പ്രവൃത്തിയാണ്. ആ പ്രവൃത്തിയെ ചോദ്യം ചെയ്യുന്നത് 75,000 വോട്ടിന് ജയിച്ചതിന്റെ ചുരുക്കി തീർന്നിട്ടില്ല. ഇപ്പോഴും കലിപ്പ് തീർന്നിട്ടില്ല. വലിയൊരാളുടെ എവിടെ പോകാൻ പോകുന്നില്ലേ? സുരേഷ് ഗോപിയെ തോപ്പിക്കാനായിട്ട് വന്ന ആളാ കിങ്ങിണിക്കുട്ടൻ. കുന്നമ്പാടി ഞാൻ ചലഞ്ച് ചെയ്യുന്നു, വരൂ മറ്റൊരു കാവിലേക്ക്. എല്ലാരും പറയുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ നിയമത്തെ ഒരിക്കൽ കൂടി വാ. സുനിൽകുമാറിനോട് ഞാൻ പറയുന്നു, വാ. ലോക്സഭ തോറ്റല്ലോ, മത്സരിക്കും തൃശ്ശൂരിൽ. 7 മാസം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഞാൻ ചലഞ്ച് ചെയ്യുന്നു. ഞങ്ങൾ മിസ്റ്റർ സുനിൽകുമാർ, നിങ്ങൾ വഴി ധൈര്യമായിട്ട് ഈ തൃശ്ശൂർ നഗരത്തിൽ നിയമസഭാ സീറ്റിലേക്ക് ഞാൻ VS സുനിൽകുമാറിനെ, CPIയുടെ ഏറ്റവും തലമുതിർന്ന നേതാവിനെ ഇവിടെ മത്സരിക്കാൻ ക്ഷണിക്കുകയാണ്. ഞങ്ങൾ ചിലപ്പോൾ ശോഭയെ നിർത്തും, ചിലപ്പോൾ അനീഷിനെ നിർത്തും, ചിലപ്പോൾ ഗോപാലകൃഷ്ണനെ നിർത്തും, ആരോണെങ്കിലും നിർത്തും. ഞങ്ങൾ ഏത് സാധാരണ BJP പ്രവർത്തകൻ മത്സരിച്ചാലും തൃശ്ശൂർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ സുനിൽകുമാറിനെ വെല്ലുവിളിക്കും. തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ മാന്യമായി നടത്തുന്ന ഏർപ്പാട്. തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ പരാജയം സമ്മതിച്ച് വീണ്ടും ജയിക്കാൻ പ്രവർത്തിക്കണം. തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചിട്ടുണ്ട് എന്ന് ബോധ്യമുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചതിന്റെ പേര് ഹൈക്കോടതിയെ സമീപിക്കണം. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുമ്പോൾ എല്ലാ വോട്ടർമാരെയും ഹിയറിംഗിന് ഹാജരാക്കുന്നുണ്ട്. അവരുടെ റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് പരിശോധിക്കുന്നുണ്ട്. നിങ്ങൾ BLOമാർ വെച്ചിട്ട് ഒറ്റ BLO ജമ്മം ചെയ്താൽ RSSകാരനോ BJPക്കാരനോ ഒറ്റ BLOമാരെല്ലാം DYFIക്കാരാണ്, CPIക്കാർ CPMമാരാണ്. അപ്പൊ ഈ BLOമാർ ഞങ്ങളെ സഹായിച്ചോ? നിങ്ങളെ പഞ്ചായത്ത് സെക്രട്ടറി ഞങ്ങളെ സഹായിച്ചോ? NGO യൂണിയൻകാരില്ലാത്ത ഏതെങ്കിലും ഒരു ഓഫീസ് ഇവിടെ ഉണ്ടോ? ഒന്നുകിൽ സുനിൽകുമാറിനെ തോപ്പിക്കാൻ CPMന്റെ പഞ്ചായത്ത് സെക്രട്ടറിമാരും BLOമാരും ഞങ്ങളെ സഹായിച്ച് കാണണം. ഞങ്ങൾ അവരുടെ സഹായം തേടിയിട്ടില്ല. അതിൽ നിന്നാണ് ഈ ആരോപണമെങ്കിൽ മര്യാദയ്ക്ക് പണിയെടുക്കും സുരേഷ് ഗോപി. എന്താ ജയിച്ചത്? വെറുതെ ജയിച്ചതല്ല. 5 കൊല്ലം മുമ്പ് ഇവിടെ മത്സരിച്ചു, തോറ്റു, ഒരു പരാതിയില്ല. ഇവിടെ തന്നെ നിന്നു, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു. MP ചെയ്ത പ്രതാപൻ ചെയ്തതിന്റെ 1000 മടങ്ങ് നല്ല കാര്യങ്ങൾ തൃശ്ശൂർക്കാർക്ക്, കേരളക്കാർക്ക് വേണ്ടി അത് ചെയ്തു. ഞാൻ നിങ്ങളോട് ഒരിക്കൽ കൂടി പറയാണ്,
സുരേഷ് ഗോപിക്കെതിരെ നിങ്ങൾ എന്തെല്ലാം ഉമ്മാക്കി കാണിച്ചിട്ടുണ്ടോ എല്ലാം പൊളിഞ്ഞ് പാളീസായി പോയി. പൂരം ശരിക്കും നിങ്ങൾ കാണാൻ പോകുന്നേ ഉള്ളൂ. 2029 സുരേഷ് ഗോപി, 2034 സുരേഷ് ഗോപി. ഞാൻ നേരത്തെ പറഞ്ഞു, കുറുനരികൾ കുറച്ചുകൊണ്ടേയിരിക്കുക. ഗജവീരൻ നെറ്റിപ്പട്ടം കെട്ടി ഈ പൂരത്തിന്റെ മണ്ണിൽ അങ്ങനെ നിവർന്നു നിൽക്കും. അതാണ് ഭാരതീയ ജനതാ പാർട്ടി. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. രണ്ട് കാര്യങ്ങളിൽ മറുപടി വേണം. ഒന്ന്, സുരേഷ് ഗോപിയുടെ ഓഫീസ് അതിക്രമിച്ച് കരിയോല വെച്ചവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. രണ്ട്, ജസ്റ്റിൻ ജേക്കബിനെയും PK ബാബുവിനെയും അടക്കമുള്ള BJP-ക്കാരുടെ തലക്കടിച്ച് കൊല്ലാൻ ശ്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്ത് അവർക്കെതിരായ നിയമ നടപടി സ്വീകരിക്കണം. അതിനുവേണ്ടിയുള്ള ആദ്യത്തെ സമരമാണിത്. ഞങ്ങൾ തുടങ്ങിയതൊന്നും ലോജിക്കൽ കൺക്ലൂഷൻ എത്താൻ അവസാനിപ്പിച്ചിട്ടില്ല. നിങ്ങള് കരുവന്നൂരിൽ തുടങ്ങി കണ്ടുകെട്ടിയില്ലേ CPM ജില്ലാ കമ്മിറ്റിയുടെ സ്വത്തുക്കൾ മുഴുവൻ. അതുകൊണ്ട് ഈ സമരം ഞങ്ങൾ പറയുന്നു, ഈ സമരം ന്യായമായിട്ടുള്ള സമരമാണ്. ഇതിന് ഞങ്ങൾക്ക് പരിഹാരം കിട്ടണം. അതിന് നിങ്ങൾ തയ്യാറാവുന്നില്ലെങ്കിൽ ബാക്കിയുള്ളത് നമുക്ക് തെരുവിൽ തന്നെ കാണാം. അവസാനിപ്പിക്കും. നിങ്ങൾക്ക് നമസ്കാരം. ഭാരത് മാതാ കി ജയ്. ഭാരത് മാതാ കി ജയ്.